ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫോക്കോൾ പെൻഡുലം ആണ്. 1851 ലിയോൺ ഫോക്കോൾ എന്ന് പറയുന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ചെയ്ത ഒരു പരീക്ഷണമാണ് ഫോക്കോൾസ് പെൻഡുലം എക്സ്പെരിമെൻ്റ്. ഇത് എർത്തൊരു റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആണെന്ന് പ്രൂവ് ചെയ്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ഇതെന്താണ് എക്സ്പെരിമെൻ്റ് എന്ന്, എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് എർത്തൊരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആണെന്ന് പ്രൂവ് ചെയ്തത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം, ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമുക്ക് അറിയുന്നൊരു കാര്യം, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ അതിൻ്റെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കൊറിയോലിസ് ഫോഴ്സ്. അതുപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിൽ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ അത് മൂവ് ചെയ്യുന്ന പാത്തിൻ്റെ ലെഫ്റ്റിലേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്യപ്പെടുക. സോ ദാറ്റ് ഇസ് ഓൾസോ ഡ്യൂ ടു ദ കൊറിയോലിസ് ഫോഴ്സ്. കൊറിയോലിസ് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം, -2m × ഒമേഗ ക്രോസ് v ആണ് എക്സ്പ്രഷൻ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒമേഗ വി സൈൻ ലാംഡ. ലാംഡ ഇസ് എ ലാറ്റിറ്റ്യൂഡ് അറ്റ് എ പെർട്ടിക്കുലർ പ്ലേസ്. അപ്പോൾ ഒരു ലാംഡ ലാറ്റിറ്റ്യൂഡിൽ ഒരു പോയിന്റിലാണെങ്കിൽ കൊറിയോലിസ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് -2m × ഒമേഗ വി സൈൻ ലാംഡ എന്ന് നമുക്ക്. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ഫോക്കോൾസ് പെൻഡുലം എക്സ്പെരിമെന്റിൽ അദ്ദേഹം ഉപയോഗിച്ചത് ഒരു സാധാരണ സിമ്പിൾ പെൻഡുലം തന്നെയായിരുന്നു. പക്ഷെ സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 67 മീറ്റർ ആയിരുന്നു. അതിനുപയോഗിച്ച ബോബിന്റെ മാസ് എന്ന് പറയുന്നത് 28 കിലോഗ്രാം ആയിരുന്നു. അപ്പൊ ഈ സിമ്പിൾ പെൻഡുലം നമ്മൾ അതിന്റെ ഈക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് കുറച്ച് ഡിസ്പ്ലേസ് ചെയ്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ഈക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരും, വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും, വീണ്ടും തിരിച്ച് ഈക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരും. സോ ഇറ്റ് വിൽ പെർഫോം ഓസിലേഷൻസ് അബൌട്ട് ദിസ് ഈക്വിലിബ്രിയം പൊസിഷൻ. സോ ദാറ്റ് വി നോ. ഈ ഡിസ്പ്ലേസ്മെന്റ് വളരെ ചെറുതാണെങ്കിൽ, ഈക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ചെറുതാണെങ്കിൽ ഏകദേശം ഇത് മൂവ് ചെയ്യുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയായിരിക്കും. അപ്പൊ അങ്ങനെ ഈ ഫോക്കോൾസ് പെൻഡുലം എക്സ്പെരിമെന്റിൽ 67 മീറ്റർ ലെങ്ത്തും 28 കിലോഗ്രാം ബോബിന്റെ മാസമുള്ള സിമ്പിൾ പെൻഡുലം ഒരു പർട്ടിക്കുലർ പ്ലേസിൽ അത് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഓസിലേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു. നോക്കുക. സോ സേ ഇറ്റ് ഈസ് ഓസിലേറ്റിംഗ് ഇൻ എ പ്ലെയിൻ ലൈക്ക് ദിസ്. സോ ദിസ് ഈസ് ദ പ്ലെയിൻ. നമുക്ക് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് ലൈനുകൾ വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. സിമ്പിൾ പെൻഡുലത്തിന്റെ ബോബ് നോർത്തേൺ ഹെമിസ്ഫിയർ ആണെന്ന് വിചാരിക്കാം. നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ഒരു സ്ഥലത്ത് സിമ്പിൾ പെൻഡുലം, ഈ ഫോക്കോൾസ് പെൻഡുലം നമ്മളിങ്ങനെ ഈക്വിലിബ്രിയം പൊസിഷനിൽ ഡിസ്പ്ലേസ് ചെയ്ത് റിലീസ് ചെയ്യാം. അപ്പൊ അതിന്റെ ബോബ് ഒരു ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്തുകൊണ്ട് ലൈനിൽ കൂടി. നോക്കൂ, ഈ ബോബ് മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലേക്ക്, ഈ ലൈനിൽ കൂടിയാണെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഈക്വിലിബ്രിയം പൊസിഷൻ നമ്മൾ ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്തതിനു ശേഷം റിലീസ് ചെയ്യുന്നു, അത് ഇങ്ങനെ ഇങ്ങോട്ട് പോകും. ഇങ്ങനെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇത് മൂവ് ചെയ്യുമ്പോൾ അതിനൊരു വെലോസിറ്റി ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഹൊറിസോണ്ടൽ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ടുവേഴ്സ് ദ റൈറ്റ് ഓഫ് ഇറ്റ്സ് പാത്ത്. ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ കുറച്ച് റൈറ്റിലേക്ക് ഫോഴ്സ് അനുഭവപ്പെടും. തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ആ പാർട്ടിക്കിളിന്റെ റൈറ്റ്, ഇങ്ങോട്ട് വരുമ്പോൾ അതിന്റെ റൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. സോ വാട്ട് വിൽ ഹാപ്പൻ? ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അത് ഓസിലേറ്റ് ചെയ്യുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. വിൽ ബി ഷിഫ്റ്റഡ് ത്രൂ സം ആംഗിൾ. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും വീണ്ടും ഇങ്ങനെ ഒരു പ്ലെയിനിലേക്ക് വീണ്ടും ഇങ്ങോട്ട് വീണ്ടും ഷിഫ്റ്റ് ചെയ്യപ്പെടും. ഈ ലൈനിൽ കൂടി ആയിരിക്കും ഓസിലേറ്റ് ചെയ്യും. കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. സോ ദാറ്റ് മീൻസ് ദ പ്ലെയിൻ ഓഫ് ഓസിലേഷൻ എന്ത് ചെയ്യുന്നു?
it rotates. ആദ്യത്തെ പ്ലെയിനിൽ നിന്ന് സാവകാശം മാറി ഇങ്ങോട്ട് വന്നു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ആംഗിൾ നമ്മൾ തീറ്റ എന്നിങ്ങനെ മെഷർ ചെയ്യുകയാണെങ്കിൽ ആംഗുലർ വെലോസിറ്റി നമുക്ക് തീറ്റ ഡോട്ട് എന്ന് എഴുതാം. എത്ര ആംഗിൾ ഒരു യൂണിറ്റ് സമയം കൊണ്ട് ടേൺ ചെയ്തു ഈ പ്ലെയിൻ ഓഫ് ഓസിലേഷൻ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിമ്പിൾ പെൻഡുലം നമ്മുടെ ഈക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നു. ഈ ആംഗിൾ അല്ല കേട്ടോ, അതിന്റെ ആ സ്ട്രിങ് ഈക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈ ആംഗിളിൽ ഉണ്ടാവുന്ന ഈ തീറ്റയുടെ വേരിയേഷൻ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് മൂവ് ചെയ്യുന്ന സിമ്പിൾ പെൻഡുലത്തിലെ ബോബ് മൂവ് ചെയ്യുന്ന പ്ലെയിൻ, ആ ലൈൻ നോർത്തേൺ ഹെമിസ്ഫിയറിൽ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ മൂവ് ചെയ്യുന്ന പാത്തിന്റെ റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യപ്പെടുമെങ്കിൽ ഇങ്ങോട്ട് പോകുന്ന സാധനം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് വരും, ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. So that means the plane of oscillation of the simple pendulum will rotate with some angular velocity. അപ്പോൾ ഈ ഡയറക്ഷനിലേക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ആക്സലറേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ ആക്സലറേഷന്റെ എക്സ്പ്രഷൻ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്സിൽ ആക്സലറേഷന്റെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടിരുന്നു. അതിൽ റേഡിയൽ ആക്സലറേഷൻ ഉണ്ട്, ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഉണ്ട്. റേഡിയൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് പാർട്ടികൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ആക്സലറേഷൻ, ഈ ലൈനിൽ കൂടി മൂവ് ചെയ്യുമ്പോൾ ആക്സലറേഷൻ. ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടുള്ള ആക്സലറേഷൻ. സോ നമ്മൾ അതിന്റെ ടാൻജൻഷ്യൽ ആക്സലറേഷന്റെ കാര്യമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ a theta is equal to r theta double dot plus 2r dot theta dot. So this is the magnitude of tangential acceleration in plane polar coordinates. ഈ കേസിൽ ഈ plane of the pendulum, plane of the oscillation of the bob റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ തീറ്റ ഡബിൾ ഡോട്ടിന്റെ വാല്യൂ എന്താവും? 0. സോ ഇൻ ദാറ്റ് കേസ് ഈ ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് 2r ഡോട്ട് തീറ്റ ഡോട്ട്. ഇനി ഈ ബോബിന്റെ മാസ് m ആണെങ്കിൽ ആക്സലറേഷൻ, ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഇതാണ്, അതിന്റെ മാസ് കൊണ്ട് multiply ചെയ്ത് കഴിഞ്ഞാൽ we will get the tangential velocity. Okay, ഈ tangential force, tangential velocity, tangential force acting on the particle is m into 2r dot theta. Now ഈ ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഉണ്ടാകാൻ കാരണമാവുന്നത് എന്താണ്? This Coriolis force. If this oscillation is happening at a latitude lambda, the Coriolis force acting on the bob is minus 2m omega v sin lambda. So we can put it here. So we can equate this with m into 2r dot theta dot എന്ന് പറയുന്നത് minus 2m omega v into sin lambda. Now what is this? m cancel ആയി പോകുന്നു, 2 cancel ആയി പോകുന്നു, 2m cancel ആയി പോകുന്നു. What is r dot? R dot is simply velocity v. V and r dot are same. So we will get theta dot. We simply consider the magnitude of angular velocity. Theta dot is equal to omega into sin lambda. So the angular velocity with which the plane of oscillation of the pendulum rotates is equal to the angular velocity of the earth into sine of the latitude of the point. ഇനി ഈ എക്സ്പെരിമെന്റ് നമ്മൾ പെർഫോം ചെയ്യുന്നത് നോർത്ത് പോളിലാണെങ്കിൽ ഇവിടെ ലാംഡയുടെ വാല്യൂ 90 ആയിരിക്കും. സോ sin 90 is 1, theta dot is equal to omega. Now anyway, the angular velocity with which the plane of oscillation of the pendulum rotates is theta dot is equal to omega. ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി തീറ്റ ഡോട്ട് ആണെങ്കിൽ
അതിന്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ എന്തായിരിക്കും? ഒരു പ്രാവശ്യം ഇതിങ്ങനെ കംപ്ലീറ്റ് റൊട്ടേഷൻ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എന്തായിരിക്കും? ആംഗുലർ വെലോസിറ്റിയും പീരീഡും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. തീറ്റ ഡോട്ട് ഈസ് ഈക്വൽ ടു 2π/t. അതായത് ഈ ഫോക്കോൾസ് പെൻഡുലത്തിന്റെ ബോബ് ഓസിലേറ്റ് ചെയ്യുന്ന പ്ലെയിൻ ഒരു പ്രാവശ്യം പൂർണ്ണമായി റൊട്ടേറ്റ് ചെയ്യുക, അതായത് 360 ഡിഗ്രി തിരിഞ്ഞു വരാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് തീറ്റ ഡോട്ട് ഈസ് ഈക്വൽ ടു 2π/t. സോ വി ക്യാൻ റൈറ്റ് t is equal to 2π/θ dot. എത്ര സമയം കൊണ്ട് ഇത് ഒരു പ്രാവശ്യം ഇങ്ങനെ കറങ്ങി വരും, പ്ലെയിൻ ഓഫ് ഓസിലേഷൻ എങ്ങനെ കറങ്ങി വരും എന്നുള്ളത് t is equal to 2π/θ dot. ഈ t എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ സിമ്പിൾ പെൻഡുലത്തിന്റെ പീരീഡ് ഓഫ് ഓസിലേഷനുമായിട്ട് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യരുത്. സിമ്പിൾ പെൻഡുലത്തിന്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് അതിന്റെ ലെങ്തിനെയും ഇവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g നെയും ഡിപെൻഡ് ചെയ്യും. t is equal to 2π√L/g. ഓക്കെ, ഈ t അല്ല ഈ t. അതായത് ഇതിന്റെ ബോബ് ഓസിലേറ്റ് ചെയ്യുന്ന പ്ലെയിൻ അത് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ പ്രാവശ്യം അത് ഓസിലേറ്റ് ചെയ്യുമ്പോൾ പ്ലെയിൻ കുറേശ്ശെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വരും. അങ്ങനെ പൂർണ്ണമായിട്ട് 360 ഡിഗ്രി തിരിഞ്ഞു വരാൻ എടുക്കുന്ന ആ പീരീഡ് ആണ്, സമയമാണ് t ആയിട്ട് എഴുതുന്നത് 2π/θ dot. Now here we have theta dot is equal to omega sin lambda. Omega sin lambda. So we can write t is equal to 2π by what is theta dot? Omega into sin. അപ്പോൾ ലാംഡ ലാറ്റിറ്റ്യൂഡ് ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് പെർഫോം ചെയ്യുന്നതെങ്കിൽ സിമ്പിൾ പെൻഡുലത്തിന്റെ ബോബ് ഓസിലേറ്റ് ചെയ്യുന്ന പ്ലെയിൻ സാവകാശം തിരിഞ്ഞ് ഒരു പൂർണ്ണമായിട്ടൊരു റൊട്ടേഷൻ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 2π/omega into sin. Here omega is the angular velocity of the earth. Now what is angular velocity? T is equal to 2π by what is omega? Omega നമുക്ക് എങ്ങനെ എഴുതാം? is equal to 2π by period of revolution of the earth, that is 24 hours. hours-ലാണ് പറയുന്നത് 24h നെ 2π/24h നമുക്ക് omega is equal to 2π/24h. So 2π/24 into sin lambda. ഈ 2π ക്യാൻസൽ ആവുന്നു, 24 ന്യൂമറേറ്ററിലേക്ക് പോകുന്നു. പീരീഡ് ഓഫ് revolution of the plane of oscillation of the Foucault's pendulum, T is equal to 24 divided by sin lambda. This should be in hours. Divided by ഈ എക്സ്പെരിമെന്റ് ഫോക്കോൾട്ട് പെർഫോം ചെയ്തത് പാരീസിലാണ്. പാരീസിന്റെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 48.9 ഡിഗ്രിയാണ്. സോ 48 ഡിഗ്രി 52 മിനിറ്റ്സ് ആണ്. ഏകദേശം നമുക്ക് 49 ഡിഗ്രി എന്ന് പറയാം. അപ്പൊ ഈ ലാംഡയ്ക്ക് പകരം നമ്മൾ 48 ഡിഗ്രി 52 മിനിറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക will get this is equal to 31.8 hours. 31.8 hours. അതായത് പാരീസിൽ ഈ ഫോക്കോൾട്സ് പെൻഡുലം എക്സ്പെരിമെന്റ് പെർഫോം ചെയ്യുമ്പോൾ അതിന്റെ ബോബ് ഈ ഡയറക്ഷനിലേക്കാണ് ആദ്യം ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിങ്ങനെ പ്ലെയിൻ ഓഫ് ഓസിലേഷൻ ഇങ്ങനെ മാറി വന്ന് വീണ്ടും ഇങ്ങനെ മാറി വന്ന് ഇതേ ഡയറക്ഷനിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 31.8 മണിക്കൂറായിരിക്കും. അതായത് ഒരു മണിക്കൂറിൽ ഏകദേശം
11.3 ഡിഗ്രി ഈ പ്ലെയിൻ ഓഫ് ഓസിലേഷൻ ടേൺ ചെയ്യും. അതായത് ആദ്യം സിമ്പിൾ പെൻഡുലത്തിന്റെ ബോബ് ഈ പ്ലെയിനിലാണ് ഓസിലേറ്റ് ചെയ്യുന്നതെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് ഓസിലേറ്റ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലേക്കായിരിക്കും. അത് ഇതുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഏകദേശം 11.3. സോ ഹി എക്സ്പെരിമെന്റലി പ്രൂവ് ദിസ്. അദ്ദേഹം ഈ എക്സ്പെരിമെന്റ് പെർഫോം ചെയ്തു. അദ്ദേഹത്തിന് കിട്ടിയത് ഈ 1 മണിക്കൂർ കൊണ്ട് 11.3 ഡിഗ്രി ടേൺ ചെയ്യുന്ന വിധത്തിലാണ് പ്ലെയിൻ ഓഫ് സിമ്പിൾ പെൻഡുലത്തിന്റെ ബോബ് ഓസിലേറ്റ് ചെയ്യുന്ന പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. സോ ദാറ്റ് ഈസ് ഇൻ അഗ്രിമെന്റ് വിത്ത് ദിസ് our theories. So this is possible only if Earth is rotating with some angular velocity omega. കുറച്ചുകൂടി കൃത്യമായിട്ട് ഈ എക്സ്പ്രഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ T is equal to 24 divided by sin lambda hours എന്നുള്ളത് നമ്മൾ പറയുകയാണെങ്കിൽ 24 hours അല്ല നമുക്ക് അവിടെ വേണ്ടത്. എർത്ത് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 23 മണിക്കൂർ 56 മിനിറ്റാണ് by sin lambda. So this is actually the correct expression. Now approximately നമുക്ക് 24 divided by sin lambda hours എന്ന് എഴുതാം. ഈ ഫോക്കോൾട്ട്സ്മെല്ലെ എക്സ്പെരിമെന്റ് നമ്മൾ എർത്തിന്റെ നോർത്ത് പോളിലാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ ലാംഡയുടെ വാല്യൂ 90 ഡിഗ്രി ആയിരിക്കും. സോ sin 90 is 1. സോ സിമ്പിൾ പെൻഡുലത്തിന്റെ ബോബ് ഓസിലേറ്റ് ചെയ്യുന്ന പ്ലെയിൻ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 24 hours. 24 മണിക്കൂർ കൊണ്ട് പ്രാവശ്യം. അതുപോലെ നമ്മുടെ കൽക്കറ്റയുടെ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് 11.3 ഡിഗ്രി ആണെന്ന് തോന്നുന്നു. So you can substitute here sin 11.3 degree here. You will get some values that is more than almost 112 hours. 112 മണിക്കൂറാണ് ഏകദേശം വരികയെന്ന് തോന്നുന്നു. ഈ ഫോക്കോൾട്ട്സ് പെൻഡുലത്തിന്റെ പ്ലെയിൻ ഓഫ് ഓസിലേഷൻ റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് വേറൊരു വിധത്തിൽ കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ട് സിമിലർ തന്നെയാണ്. ഇപ്പൊ നോർത്ത് പോളിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഇങ്ങനെ ഈ അയാളുടെ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുന്ന ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒമേഗ ആംഗുലർ വെലോസിറ്റിയോട് കൂടി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ലാംഡ ലാറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാളുടെ പ്ലെയിൻ ഒമേഗ സൈൻ ലാംഡ ആംഗുലർ വെലോസിറ്റിയോട് കൂടി ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. നമ്മളിവിടെ ഈ ഒരു പ്ലെയിൻ ഞാനിവിടെ കുറച്ചുകൂടി വലുതാക്കി ഇവിടെ ഇങ്ങനെ വരച്ചിരിക്കുന്നു. അവിടെ ഒരാൾ നിൽക്കുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം this plane is rotating in the anti-clockwise direction with an angular velocity omega. Now let us അയാൾ ഈ റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല അയാൾ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുള്ളത്. he feels that he is in the state of rest. അപ്പോൾ ഇവിടെ ഈ പ്ലെയിനിൽ ഈ നോർത്ത് പോളിലുള്ള ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ബോബ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ട് ഓസിലേറ്റ് ചെയ്യുമ്പോൾ say it is oscillating in this direction. അതൊരു സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ ഇങ്ങനെ ഒരേ പ്ലെയിനിൽ തന്നെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആള് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് അയാൾക്ക് എന്താ ഫീൽ ചെയ്യാം? he feels that the plane of oscillation of the pendulum is rotating in the clockwise direction with the same angular velocity, with this angular velocity. അയാൾ ലാംഡ ലാറ്റിറ്റ്യൂഡിലാണെങ്കിൽ അയാൾക്ക് ഫീൽ ചെയ്യാം the plane of oscillation of the pendulum is rotating in the clockwise direction with an angular velocity omega sin lambda. കാരണം ഇവിടെ ഇരിക്കുന്ന ആളെ സംബന്ധിച്ചോളം അയാളുടെ പ്ലെയിൻ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ സൈൻ ലാംഡ. ഇവിടെയുള്ള ആളെ സംബന്ധിച്ചോളം അയാളുടെ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുന്ന ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗയാണ്. അപ്പോ ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഏതൊരു പോയിന്റിൽ നിൽക്കുന്ന ഒരാള് ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ ബോബ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ he feels that the plane of oscillation of the pendulum is rotating in the clockwise direction with an angular velocity omega sin lambda. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം. T is equal to 2 pi by angular velocity ആണ്.
period of oscillation. 2 pi by angular velocity. But in this case, omega sin lambda is the angular velocity with which the light. But we know that omega is equal to 2 pi by 24. So 2 pi and 2 pi cancels. So this becomes T is equal to 24 divided by sin lambda. ഇനി നമ്മൾ സദേൺ ഹെമിസ്ഫിയറിലാണ് ഈ ഫോക്കോൾസ്മെനിലെ എക്സ്പെരിമെന്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പ്ലെയിൻ ഓഫ് ഓസിലേഷൻ ഏത് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. സോ ദിസ് ഈസ് ദ നോർത്ത് പോൾ ആൻഡ് ദിസ് ഈസ് ദ സൗത്ത് പോൾ. ഈ എർത്തിനെ ഞാൻ എങ്ങനെയാണ് ചെരിച്ച് ഹൊറിസോണ്ടലായിട്ട് വെച്ചിരിക്കുന്നു. സോ ദിസ് ഈസ് നോർത്ത് പോൾ ആൻഡ് ദിസ് ഈസ് സൗത്ത് പോൾ. നോർത്ത് പോളിൽ നോക്കുമ്പോൾ എർത്ത് ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ദിസ് ഡയറക്ഷൻ. ഈ ഡയറക്ഷനിലേക്ക് ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിലേക്ക് എർത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോർത്ത് പോളിന്റെ മുകളിൽ നോക്കുമ്പോൾ റൊട്ടേറ്റിംഗ് ഇൻ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ. സൗത്ത് പോളിന്റെ മുകളിൽ നോക്കുമ്പോഴോ എർത്ത് ഇതേ ഡയറക്ഷനിൽ തന്നെയാണ് ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഇയാളെ സംബന്ധിച്ചോളം ഈ റൊട്ടേഷൻ എന്ന് പറയുന്നത് that is in the clockwise direction for this person. ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ സൗത്ത് പോളിന്റെ മുകളിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഡയറക്ഷൻ നമുക്ക് ക്ലോക്ക്വൈസ് ഡയറക്ഷൻ ആയിട്ട് തോന്നും. അപ്പോ ഇയാളെ സംബന്ധിച്ചോളം സിമ്പിൾ പെൻഡുലത്തിന്റെ പ്ലെയിൻ ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് that will rotate in the opposite direction. അതായത് ഈ ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ ഒരാൾക്ക് ഫീൽ ചെയ്യുക. സോ in the southern hemisphere, when a Foucault's pendulum experiment is performed, the plane of oscillation of the pendulum will rotate in the anti-clockwise direction. If you are performing the experiment in the northern hemisphere, the plane of oscillation of the pendulum will rotate in the clockwise direction. Okay, thank you.